നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ശത്രുദോഷമാണ്. ശത്രുദോഷത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ശത്രുദോഷം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ താനെ കൊണ്ടിരുന്നത് നമുക്ക് ശത്രുദോഷം അല്ലേ? ഒന്നാലോചിച്ച് നോക്കി, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് നമുക്ക് ശത്രുദോഷമായിട്ട് വരുന്നത് തന്നെ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു നോട്ടം നോക്കി നമ്മളൊന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് നിൽക്കുവാണ്, റോഡിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ അയലോക്കത്തുള്ള ആൾ കാറ് എടുത്തിട്ട് അങ്ങോട്ട് പോകണോ. അപ്പോൾ നമ്മൾ ആൾക്കിട്ടൊന്ന് നോക്കി അങ്ങോട്ട് പോണ വഴിക്കായിരിക്കും ആളുടെ കാറ് ഇപ്പോൾ പഞ്ചറായി പോകണത്, അല്ലെങ്കിൽ ആ പോണ വഴിക്ക് ആളുടെ ഉദ്ദിഷ്ട കാര്യം പോണ കാര്യം എന്തെങ്കിലും വിഘ്നം വന്നു. ഉടനെ അവന് പറയും, ഇല്ലേ അവനെ കണ്ടിട്ട് ഞാൻ ഇറങ്ങിയിട്ട് എൻ്റെ കാര്യങ്ങളൊന്നും നടന്നുമില്ല, അയ്യോ അവനെ കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാം. അവിടെ ഉടനെ ക്രിയേറ്റ് ചെയ്തു ശത്രു ഇല്ലേ? ഈ നമ്മുടെ ഒന്ന് വണ്ടിയൊക്കെ ബസ്സൊക്കെ കയറിയിരിക്കുന്നു, നമ്മൾ വണ്ടി ബ്രേക്ക് പിടിക്കുമ്പോൾ അറിയാണ്ടിരിക്കും ഇപ്പോൾ ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ പുറത്തോട്ട് പോയത് മുട്ടി, അല്ലെങ്കിൽ അറിയാണ്ട് കാല് തേച്ച് പോയിട്ട് ചവിട്ടി ആളെ ഉടനെ അവിടെ വഴക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ? ഇനി അതുപോട്ടെ, നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ എന്താണെന്ന് വെച്ചാൽ ശത്രുവിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സാധനം നമ്മുടെ നാക്ക അല്ലേ? ആ നാവ് എന്ന് പറഞ്ഞ സംഭവമാണ് നമുക്ക് ശത്രുദോഷം മുഴുവൻ നമുക്ക് ഓരോരുത്തർക്ക് ഭൂമിയിലുള്ള മനുഷ്യരുണ്ടാക്കുന്ന നാവാണ്. നമ്മുടെ നാക്കുകൊണ്ട് നമ്മൾ പറയും, അത് മറ്റേ ആൾക്ക് എങ്ങനെ തമാശ പറഞ്ഞായിരിക്കും, പക്ഷെ അത് ഭയങ്കരമായിട്ട് ഫീലിങ്സ് ഉണ്ടാവും, ആൾക്ക് വിഷമം ഉണ്ടാവും, അത് ശത്രുവായി മാറും ഇല്ല. ഇനി വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളോട് ഒരാൾ വിളിച്ചിട്ട് പറയുക, എടാ എനിക്കൊരു 500 രൂപ വേണം, അല്ലെങ്കിൽ 200 രൂപ വേണം, നമ്മുടെ ചിലപ്പോൾ ഉണ്ടാവില്ല, നമ്മളോട് ഇല്ലടാന്ന് പറയും, ഉടനെ ആൾ ശത്രുവായി ഇല്ലേ? അവിടെ നാക്കാണ് ശത്രു ഉണ്ടാക്കണേ. ഇത് നമ്മളൊരാൾക്ക് ഒരു 1000 രൂപ കൊടുത്തു, നമ്മൾ ചോദിച്ചു, ആൾക്ക് തരാൻ പറ്റണില്ല, 2 പ്രാവശ്യം ചോദിച്ചു, 3 പ്രാവശ്യം ചോദിച്ചു, അവൻ ശത്രുവായി മാറി അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മം കൊണ്ടും നമ്മുടെ നാക്കുകൾ കൊണ്ടുമാണ് നമുക്ക് കൂടുതൽ ശത്രുക്കൾ വരുന്നത്. അപ്പോൾ അതൊരു ഇങ്ങനെ ഒരു രീതിയിൽ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അത് കുറച്ച് കഴിയുമ്പോൾ അത് മാറും. പക്ഷേ നമ്മുടെ നാവിൻ്റെ ആ ഒരു കാഠിന്യം കൂടി ഒരാൾക്ക്, അല്ലെങ്കിൽ പ്രായമുള്ളൊരു അമ്മേനെ, അല്ലെങ്കിൽ നമ്മുടെ അമ്മേനെ തന്നെ ഒന്ന് വേദനിപ്പിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ നല്ലോണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ആളെ നമ്മൾ മാനസികമായിട്ട് നല്ലോണം വേദനിപ്പിക്കേണ്ടി വന്നു, അത് ഉണ്ടാവുന്ന ഒരു അതിൻ്റെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇതായിരിക്കും. കാരണം ചിലപ്പം ആ ഒരു ദേഷ്യത്തിലായിരിക്കും ചിലപ്പോൾ ആ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ നമ്മൾ ശപിക്കുന്നത്. അതാണ് സ്ത്രീ ശാപം എന്ന് പറയുന്നത്. സ്ത്രീ ശാപം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ, തലമുറ കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും എന്ന് പറയുന്ന മുദ്രാവാക്യം പോലെയാണ് ഈ സ്ത്രീ ശാപം. തലമുറയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഒരു ജ്യോതിഷത്തിൽ ചില സമയങ്ങളിൽ നോക്കുമ്പോൾ സ്ത്രീ ശാപം കാണും. അപ്പം ആൾ പറയും, അയ്യോ ഞങ്ങൾ ആരും പേരിട്ടിട്ടില്ല ശാന്തി, ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയും. പക്ഷേ അവർ ആലോചിച്ച് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവരുടെ അപ്പന്മാർ അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണിച്ച് പ്രാഗിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് സ്ത്രീശാപം. ആ സ്ത്രീശാപമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. കാരണം തലമുറ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഈ ശത്രുദോഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടാണ്, നോട്ടം കൊണ്ടും വാക്കുകൾ കൊണ്ടുണ്ടാണ് ശത്രുദോഷം അവിടെ തീർന്നു, വലിയ കുഴപ്പങ്ങളില്ല, കുറച്ച് നാളത്തെ ഇതുള്ളൂ. പക്ഷേ ആ ശത്രുദോഷം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആരെങ്കിലും എന്ത് ചെയ്യും, പോയിട്ട് അവനെ നശിപ്പിക്കാനായിട്ട് അവനോട് ആ ദേഷ്യം തീരാത്തതുകൊണ്ട് വാക്കുകൊണ്ട് പറഞ്ഞത് തീർന്നില്ല, നോട്ടം കൊണ്ട് പറഞ്ഞത് തീർന്നില്ല. പക്ഷെ എന്ത് ചെയ്യും, പോയിട്ട് ആഭിചാര കർമ്മങ്ങളിലേക്ക് കിടക്കും. അവിടെയാണ് പ്രശ്നം പറഞ്ഞത്, ആഭിചാരം. ആ ആഭിചാരത്തെക്കുറിച്ച് ഇപ്പോൾ ഇതിലൂടെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരുമില്ല. അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഇങ്ങനെയുള്ള വീഡിയോ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആഭിചാരം. ആഭിചാരത്തിൻ്റെ പല തലങ്ങളുണ്ട്, നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, പല തലങ്ങളുണ്ട്. അതേക്കുറിച്ച് എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിലൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ഇങ്ങനെയുള്ള ശത്രുദോഷങ്ങൾ ഈ നമ്മൾ പറഞ്ഞല്ലോ, നോട്ടം കൊണ്ടും നാവ് കൊണ്ടും, അതായത് കണ്ണുകൊണ്ടുള്ള ദോഷം, കണ്ണുകേർ ദോഷം എന്ന് പറയാം, നാവേർ ദോഷം. ഇതൊക്കെ നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ അപ്പന്മാരൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഈ കുറച്ച് വറ്റൽമുളക്, കുരുമുളക്, കല്ലുപ്പ്, മഞ്ഞപ്പൊടി, കടുക് ഇതൊക്കെ എടുത്ത് ഒഴിഞ്ഞ് കത്തിച്ച് കളഞ്ഞാൽ ഇതൊക്കെ തീർന്നു പോകാനുള്ളൂ. അല്ലെങ്കിൽ നാണയം കൊണ്ട് നമ്മൾ ഒഴിഞ്ഞ് നമ്മൾ ക്ഷേത്രത്തിൽ ഇടാറുണ്ടല്ലോ, അങ്ങനെയൊക്കെ പോവും. പക്ഷേ ആഭിചാരങ്ങൾ അവിടെ തീരുമില്ല കേട്ടോ. അതിനെപ്പറ്റിയൊരു ടോപ്പിക്ക് നാളെ ഞാൻ പറയാം കേട്ടോ. പിന്നെ ശത്രുദോഷങ്ങൾ വരുന്നത് കുറച്ചൊക്കെ നമ്മുടെ അസൂയ, കുശുമ്പ്, പിന്നെ നമുക്ക് കൂടുതൽ ശത്രുദോഷങ്ങൾ നമുക്ക് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് കൂടുതലും നമ്മുടെ സ്വന്തം ബന്ധം അല്ലേ, സുഹൃത്ത്, അങ്ങനെയൊക്കെയാണ് കൂടുതലും ശത്രുദോഷം വരുന്നത്. ആ ശത്രുദോഷം മനസ്സിൽ വെച്ച് അത് വൈരാഗ്യമായി മാറി, പിന്നെ അത് ആഭിചാരത്തിലേക്ക് പോയി, പിന്നെ കൈവശം
മാരണകർമ്മങ്ങൾ, ഒടിമാരണങ്ങൾ, പെടുമാരണങ്ങൾ, അങ്ങനെ ഓരോരോ വിഭാഗമായിട്ട് പോകും. അതാണ് പിന്നെ നമ്മൾ കൈവിട്ടു പോകും. പിന്നെ അതിനെപ്പറ്റി നാളെ ഞാൻ തീർച്ചയായിട്ടും വീണ്ടും പ്രതിപാദിക്കാം. അപ്പോൾ ഇന്ന് ഇത്രയും മതി. അപ്പോൾ നമസ്തേ.